ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തു തന്നെയാണെങ്കിലും അത് എഴുതി അറിയിക്കുക. കമൻറ്റുകളിൽ വരുന്ന ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്. അതിലേറ്റവും കൂടുതലായിട്ട് പറയുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ദൈർഘ്യമാണ്. സമയം കൂടുതലാകുന്നു, ഞങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മളുടെ പ്രേക്ഷകരുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് സമയം ക്ലിപ്തത തീർച്ചയായിട്ടും വരുത്തുവാനായി ശ്രമിക്കുന്നതാണ്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, ഇത് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കൂ, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കൂ എന്നുള്ള കാര്യം പറയാറുണ്ട്. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. അതിൻ്റെ കണ്ടൻറ്റ് ചിലപ്പോൾ 1 മിനിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അര മിനിറ്റോ ഉള്ളതായിരിക്കും, ഒരു വളരെ എന്തെങ്കിലും ഒരു വസ്തുത. പക്ഷേ ആ കണ്ടൻറ്റ് മാത്രം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോവുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം. നമ്മളൊരു യൂട്യൂബ് ചാനലിൽ കൂടി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോഴേക്ക് അതിന് പിന്നെ ചില കാര്യങ്ങളുണ്ട്. അത് ഗ്രഹിക്കുവാനായിട്ട് നമ്മൾ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത്, ആളുകളുടെ അനുഭവങ്ങൾ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ടുള്ളതാണ്. നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് സംഭവിച്ചത്, ഏതൊക്കെ രീതിയിൽ അത് സംഭവിക്കാം, അതിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കുമോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതാണ് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം. നമ്മളൊരു സംഭവം പറഞ്ഞിട്ട് ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരിടത്തൊരു അമ്മയുണ്ടായിരുന്നു, അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചു, അതാണ് കണ്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, ഏത് വിധേനയാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിനുള്ള ചെയ്തോവികാരം എന്തായിരുന്നു, അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രതിപാദിക്കാതെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒരല്പം സമയം പോയി വരുന്നത്. രണ്ടാമത്തെ സംഗതികൾ റിപ്പീറ്റേഷൻ്റെ കാര്യം വരും. ചില സംഗതികൾ നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾ പറയാറുണ്ട്, തീർച്ചയായിട്ടും ഞാൻ അതിനെ മാനിക്കുന്നു, ഞാനത് ആ അഭിപ്രായത്തിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾക്കറിയാം അത് എത്രമാത്രം ചിലപ്പോൾ അത് നമ്മൾ പറയാതെ തന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ഊന്നി പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ടാണ് അത് സദയം ക്ഷമിക്കുക. നമുക്ക് കാര്യത്തിലേക്ക് വരും. ഞാൻ പറയുകയുണ്ടായി, നമ്മളുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെയേറെ അതിപ്രസരമാണ്, വളരെയേറെ ദൂരവ്യാപകമായ ഫലങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രായമുള്ള ഒരു 20-ന് മുകളിൽ അല്ലെങ്കിൽ 18-ന് മുകളിൽ പക്വതയെത്തിയ പ്രായപൂർത്തിയായ ഒരാൾ, അല്ലെങ്കിൽ 15-ന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ തന്നെയാണ്, +2 സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കൂടി അവർക്ക് ചിലപ്പോൾ അവരുടെ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാനും മറ്റ് പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് മൊബൈൽ അനിവാര്യമായ സംഗതിയാണ്. പക്ഷേ ആ മൊബൈൽ അനിവാര്യമായ സംഗതിയാണ് എങ്കിൽ തന്നെയും നമുക്ക് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഒരു കൺട്രോൾ അതിൽ ആവശ്യമായ സംഗതിയാണ്. ആ കൺട്രോൾ ഇല്ലാത്തപ്പോൾ കുട്ടികൾ വഴിതിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തൽ അത്തരത്തിലുള്ള ഈ മൊബൈലിൻ്റെ ഉപയോഗം കൊണ്ടാണ് ഞാനീ പറയുകയുണ്ടായി. 12 വയസ്സുള്ള ഒരു കുട്ടീനെ അവൻ്റെ 14 വയസ്സുള്ള ആ കുട്ടിയുടെ ആ മോളുടെ ചേട്ടൻ സെക്ഷലി ഉപയോഗിക്കുവാനായിട്ട്, അതും തനിക്ക് 1 മണിക്കൂറത്തേക്ക് മൊബൈൽ ലഭിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് തൻ്റെ കൂട്ടുകാർക്കായിട്ട് കാഴ്ചവെക്കുക മാത്രമല്ല അതിൽ കൂടുതൽ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അവർക്കറിയാം മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ മൊബൈലിനകത്ത് ഗെയിം മാത്രമല്ല ഉള്ളത്, എല്ലാ കണ്ടൻറ്റുകളും. ഇപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10, 11, 12, 13 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ടീനേജ് പ്രായത്തിലേക്ക് എത്തുന്ന കുട്ടികൾ, കൗമാരത്തിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്താണ് സെക്സ്, അല്ലെങ്കിൽ ഏതൊക്കെ വിധേനയാണ് സെക്സ് വളരെ ഗോപ്യമായി ചെയ്യേണ്ട കാര്യമാണോ, അത് എന്തൊക്കെയാണ്, അതിനകത്ത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അതിനകത്ത് ഇപ്പോൾ ധാരാളമായി താല്പര്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ്. ഈ കോവിഡിന് ശേഷം ധാരാളം കുട്ടികൾക്ക് മാതാപിതാക്കൾ മൊബൈൽ വാങ്ങിക്കൊടുക്കുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. മാതാപിതാക്കൾ മൊബൈലിൻ്റെ അഡിക്റ്റ് ആയിട്ട് അവർ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ആര് തന്നെ ആയിക്കോട്ടെ, അവർ മണിക്കൂറിൽ അവർക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയം, ഫോർ എക്സാമ്പിൾ ഒരു 3 മണിക്കൂറാണ് അവർക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ആ 3 മണിക്കൂർക്ക് അവർക്ക് മൊബൈലിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവർക്ക് സമയം തികയാതെ വരും. നമുക്കറിയാം, നമ്മളൊരു എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ട്രെയിനിൽ പോകുന്ന സമയത്ത്, വീട്ടിലിരിക്കുന്ന സമയത്ത്
സമയത്ത് ഏതൊരു വഴിവെക്കിൽ എവിടേക്ക് ബസ് സ്റ്റാൻഡിൽ പോകുന്ന സമയത്ത് എല്ലാവരും നമ്മളൊന്ന് ജസ്റ്റ് വെറുതെ നോക്കൂ, അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിനകത്ത് 100-നകത്ത് 99% ആളുകളും മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മൊബൈൽ പല പല വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നു, മറ്റ് പല സംഗതികളും കാണുന്നു. നമ്മൾ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് അത്തരത്തിലുള്ള കാണുകയാണ് എങ്കിൽ കുട്ടികളുടെ കാര്യം അവരങ്ങനെയല്ല. അവരൊന്നുകിൽ ഗെയിം കാണുകയാണ്, അല്ലാതെ അവർ സീരിയലോ സിനിമയോ ഒന്നും ആയിരിക്കില്ല കാണുന്നത്. അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള മറ്റ് വിഷയങ്ങൾ അനവധിയാണ്. ആ വിഷയങ്ങളിലേക്ക് അവർ കടന്നു പോവുകയും അതിൻ്റെ വിഭിന്നമായ രീതികൾ അവർ കണ്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാതാപിതാക്കൾ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ മൊബൈൽ ലോക്ക് വെക്കുക, അത് പേരൻറ്റ് കൺട്രോൾ വെക്കുക, അവർ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് 13 വയസ്സുള്ള എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. 13-14 വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ സെറ്റിങ്സൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അവർ ഏതൊക്കെ സൈറ്റിൽ പോയിട്ട് ഏതൊക്കെയാണോ കണ്ടിരിക്കുന്നത് അതെല്ലാം അവർക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാനുള്ള ഒരു സംവിധാനം അതെങ്ങനെയാണ്, ഹിസ്റ്ററി മുഴുവനായിട്ട് ഡിലീറ്റ് കളയുവാനായിട്ട് അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയവും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം അവരുടെ ഹോംവർക്ക് ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അതുകൂടാതെ അവർക്ക് ഒരിക്കലും തനിച്ച് മൊബൈൽ കാണുവാനായിട്ട് അവരെ അനുവദിക്കാതിരിക്കുക. തനിച്ച് മൊബൈൽ കാണാതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന സംഗതികളിൽ അവർ പിന്നീട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് മറ്റുള്ള രീതിയിലേക്ക് മൊബൈൽ പോയി കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് നന്നായിട്ട് മോറൽ വാല്യൂസ് നൽകി കുട്ടികളെ വളർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ സംഗതികളാണ്. അപ്പോൾ അത് നിങ്ങൾ എല്ലാ പേരൻറ്റുമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയുകയുണ്ടായി, ബാംഗ്ലൂർ മജസ്റ്റിക്കിന് അടുത്താണ് ഈ രാഹുൽ എന്ന് പറഞ്ഞ 14-കാരനായ ആ കുട്ടിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ പോയി ഇറങ്ങിയാൽ അവിടെ സമീപ പ്രദേശത്തൊക്കെ നമുക്ക് അവിടെ ആ വാക്ക് വേകളിലും അണ്ടർഗ്രൗണ്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പെഡസ്റ്റലായിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഈ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ചെറിയ സ്കൂളിലൊന്നും പോകാത്ത കുട്ടികൾ മുതൽ ഒരു 14 വയസ്സ് മുതൽ 25-30 വയസ്സ് വരെയുള്ള ധാരാളം ആളുകളെ അവിടെ ഒറ്റപ്പെട്ടും കൂട്ടായ്മയൊക്കെ കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഏജൻ്റായി പ്രവർത്തിക്കുന്ന ആളോ അല്ലെങ്കിൽ അവർ ഇറ്റ്സെൽഫ് സെക്സ് വർക്ക് ചെയ്യുന്നവരോ ആയിരിക്കും. നമുക്ക് ആ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം ആളുകളെ അങ്ങനെയായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ വളരെ വേഗം കുട്ടികളെ വലവേശി പിടിക്കാനായിട്ട് തയ്യാറാകുന്നു. കാരണം കുട്ടികളെ വലവേശി പിടിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്താണ്, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുക. കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് ഐസ്ക്രീംസ് വാങ്ങിക്കൊടുക്കുക, ടോയ്സ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ വാങ്ങിക്കൊടുക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്ത് അവരുടെ പരിധിയിലേക്ക് ആക്കിയിട്ട് ആ മയക്കുമരുന്നിന് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവരൊരു മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുകയും അതുകൂടാതെ തന്നെ മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ അവരുടെ പരിധിയിലേക്ക് വരുത്തുകയുമാണ് ചെയ്തത്. ഇവിടെ രാഹുൽ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ അവൻ്റെ സഹോദരിക്ക് രവീണ എന്നാണ് അവളുടെ പേര്. അവൾക്ക് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ 19-കാരും 17-കാരനുമായിട്ടുള്ള 2 കൂട്ടുകാരാണ്, ദിലീപ് ആൻഡ് സന്തോഷ് എന്ന് പറഞ്ഞ 2 കൂട്ടുകാർ. അവനെ വശംവദനാക്കി അവനോട് പറഞ്ഞ് എന്നും ഇവർ മൊബൈൽ കാണിക്കുന്ന സമയത്ത് ഇവർ മൊബൈൽ കാണുന്നതൊക്കെ മിക്കവാറും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ മൊബൈലിൽ കാണുന്നത്. അങ്ങനെ ആ കുട്ടികളെ രാഹുലിനെ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആക്കിയിട്ട് അവനെ മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും, അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും, അതുണ്ട് ഇതുണ്ട്, നിനക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവനെ വശംവദനാക്കിയിട്ട് അവനോട് പറയുകയാണ്. അവനപ്പോൾ ഇവരോട് മൊബൈൽ ചോദിക്കുകയാണ്, അല്ല നിനക്ക് ഞങ്ങൾ 1 മണിക്കൂറത്തേക്ക് അല്ല 2 മണിക്കൂറത്തേക്ക് മൊബൈൽ കാണാനായിട്ട് തരാം, നീ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സ്വന്തമായിട്ട് വലിയൊരു മൊബൈൽ വാങ്ങിച്ചു തന്നെ ഞങ്ങൾ നൽകാമെന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ ആ കുട്ടി വീഴുകയും അവൻ ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ അനുജത്തിനെ നീ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ ഈ അനുജത്തിനെ നീ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വഴക്ക് പറയും, അവർ അറിയില്ല, അവർ പ്രശ്നമുണ്ടാക്കും എന്ന് പറയുമ്പോഴേക്കും അനിയത്തി അവരോട് പറയുമായിരിക്കും എന്ന് പറയുകയാണ്, അല്ല അതിനുവേണ്ടി നമുക്ക് അനിയത്തിക്ക് ഐസ്ക്രീമും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം, അനിയത്തി ഒന്നും പറയത്തില്ല, അനിയത്തിക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നീ അനിയത്തി വിളിച്ചുകൊണ്ട് പോവാം, നമുക്ക് എല്ലാ ദിവസവും 3-4 ദിവസമൊക്കെ ഐസ്ക്രീമും ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അവളെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പതുക്കെ മതി എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞതിന് പ്രകാരമായിട്ട് ഈ തൻ്റെ 12 വയസ്സുള്ള അനുജത്തിക്കുട്ടീനെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയും അവർ ഐസ്ക്രീമും ചിക്കനും ഫ്രൈയും പിന്നെ KFC ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കുട്ടീനെ ഒരാഴ്ച കൊണ്ട് അവർ പറയുന്ന രീതിയിലേക്ക് കുട്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന രീതിയിലേക്കാകുകയാണ്. മാതാപിതാക്കളോടൊന്നും പറയില്ല എന്നുള്ള ഉറപ്പ് അവർ ആ ഇതിലേക്ക് എത്തുകയും അതിനുശേഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പതുക്കെ ചെറിയ കുട്ടീനെ ജസ്റ്റ് അവരുടെ കംപ്ലീറ്റ്ലി അവർ പറയുന്ന സ്ഥലത്തേക്ക് വരാനും അവർ പറയുന്ന രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ടുള്ള അങ്ങനെ ഒരു ട്രെയിനിങ്ങിലേക്ക് കുട്ടിയെ കൊണ്ടുവരികയും ഈ ഒരു കുട്ടീനെ മാത്രമല്ല അവിടെ ധാരാളം കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ ഈ കുട്ടിയെ 12-13 വയസ്സുള്ള കുട്ടികളുമായിട്ട് അവർ സെക്ഷൽ ഇൻട്രാക്ഷനിൽ ഏർപ്പെടുകയും
ചെയ്യുകയും അത് അവർ ഈ സഹോദരനെ കൊണ്ട് തന്നെ അതൊക്കെ വീഡിയോയിലേക്ക് ഷൂട്ട് ചെയ്യിപ്പിക്കും. അവരത് മറ്റുള്ള സൈറ്റുകളിലേക്കും അവിടേക്കും വലിയ അപ്ലോഡ് ചെയ്ത് വിൽക്കുകയൊക്കെ ചെയ്ത് പണം വാങ്ങുന്ന സംഗതി. അതല്ലാതെ പിന്നീട് ഈ കുട്ടീനെ പതുക്കെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മയക്കുമരുന്നിനൊക്കെ അടിമകളാക്കുകയും പിന്നീട് ഈ ഒരു റാക്കറ്റിലേക്ക് എത്തിക്കുകയും പിന്നീട് അവർ സെക്സ് വർക്കറായി തീരേണ്ട സംഗതികളിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കളായതുകൊണ്ട് അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ കുട്ടികൾ 12 വയസ്സും 13 വയസ്സുള്ള ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരുടെ കൂടെയാണ് കളിക്കുന്നത്, ഏത് സമയത്താണ് വീട്ടിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർ വളരെയേറെ കെയറിങ്ങുമല്ല, അത്രയേറെ ശ്രദ്ധാലുക്കളല്ല എന്ന് ഉള്ളതാണ് ഈ സ്ട്രീറ്റിലൊക്കെ കഴിയുന്ന ധാരാളം ആളുകളെ സംബന്ധിച്ചോളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ബാംഗ്ലൂർ പോലുള്ളൊരു പട്ടണത്തിൻ്റെ കാര്യമല്ല. മദ്രാസിലും ബോംബെയിലും ഡൽഹിയിലും ഹൈദരാബാദുമുള്ള സകല സാങ്കേതിക സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ പതുക്കെ ഇങ്ങനെയുള്ള ചെറിയ ട്രെൻഡുകൾ കേരളത്തിലേക്ക് വ്യാപിച്ചു വരുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതും നമുക്ക് തന്നെ അവിശ്വസനീയമായി തോന്നുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ കാണാനായിട്ട് ശ്രമിക്കുക, അവർക്ക് ബോധവൽക്കരണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ശ്രമം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം പോലും അപകടത്തിലാകും. നമ്മളെപ്പോലും അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന വലിയൊരു മാഫിയയുടെ വലിയൊരു ശൃംഖല അവിടെ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതോറിറ്റികളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയിട്ട് നമ്മൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലോ പോയിട്ട് ഇന്നപോലെയൊക്കെ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇതൊക്കെ വളരെ പ്രത്യേക സംഗതിയാണ്, നിങ്ങൾ പാടും നോക്കിപ്പോൾ എന്ന് പറയുന്ന ഒരു മനോഭാവം തീർച്ചയായിട്ടും പല ഈ ബാംഗ്ലൂരും മൈസൂരും ചെന്നൈയിലും മുംബൈയിലും ഡൽഹിയിലുമൊക്കെ നമുക്ക് അവിടേക്ക് പോയി പറയാൻ പോലുമുള്ള സാവകാശമൊക്കെ കണ്ടു കഴിഞ്ഞു ഒക്കെ വളരെ ഉപകാരം പൊയ്ക്കോളൂ എന്ന് പറയുന്ന രീതിയിലാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പറയാൻ ചെല്ലുമ്പോൾ നമ്മളെ അവിടെ നെഗറ്റീവ് കാഴ്ചപ്പാടോട് കൂടി കാണുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ആ രീതിയിലേക്കുള്ള സംഗതികളായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് കണ്ടെത്തുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാകുമ്പോഴേക്കും അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇതായിട്ടുള്ള രീതിയിൽ ഒരു വിങ് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏത് സംഗതിയാണ് പുനരധിവാസമാണെങ്കിലും ബോധവൽക്കരണമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അറിയാൻ ശ്രമിക്കുകയും അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് വിശ്വസ്തയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ തുച്ഛമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ധാരാളം പരിമിതികളുണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്കുള്ളത് കൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ പെരുമാറുകയും ആ രീതിയിൽ ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ രാഹുലിൻ്റെ അനിയത്തിയായ 12-13 വയസ്സുള്ള രവീണ എന്ന് പറഞ്ഞ കുട്ടീനെ പാട്ടിലാക്കി അവൾക്ക് പതുക്കെ മയക്കുമരുന്ന് കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് ഈ 18-കാരനും 19-കാരനും ആ കുട്ടിയുമായിട്ട് ഉള്ള ചില മോശമായ രംഗങ്ങൾ അവർ ചിത്രീകരിക്കുകയും അങ്ങനെയുള്ള ചിത്രീകരിക്കാനായിട്ട് സഹോദരനെ പ്രേരിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് സഹോദരന് പണവും മറ്റുള്ള കാര്യങ്ങളും മൊബൈൽ ഫോണും ഒക്കെ കൊടുത്തിട്ട് അവനെ ഒരു ക്രൈം ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സഹോദരിയായിട്ടുള്ള പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉടുപ്പ് ലഭിക്കുന്നു, അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ലഭിക്കുന്നു, ഭക്ഷണം ലഭിക്കുന്നു, ഐസ്ക്രീം ലഭിക്കുന്നു, അങ്ങനെ ആവശ്യപ്പെടുന്ന പല സംഗതികളും ലഭിക്കുമ്പോഴേക്കിട്ട് വളരെ ടെൻഡർ ഏജിലുള്ള കുഞ്ഞു ടീനേജായിട്ട് കുട്ടികളെ മറ്റുള്ള പല തലങ്ങളിലേക്ക് കയറ്റി അയക്കുവാനും പതുക്കെ അവർ ഈ നമ്മുടെ സോണാഗാച്ചി പോലെയുള്ള അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ സോണാഗാച്ചി അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മാംസക്കച്ചവട സ്ഥലങ്ങളുടെ പേര് അങ്ങനെ മാത്രം എടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ അത് അവിടെ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും അത് വളരെ വലിയ തടിച്ചു കൊഴുത്ത് വളരെ വലിയ ബിസിനസ്സായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റെഡ് സ്ട്രീറ്റ് അല്ലെങ്കിൽ സോണാഗാച്ചി അങ്ങനെയുള്ള പേരൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അറിയാവുന്നതായതുകൊണ്ട് ആ ഒരു സ്ഥലം അങ്ങനെയാണ് എന്നുള്ള ഒരു സംഗതി ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് വരുന്നത്. അവിടേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ബാംഗ്ലൂർ ടൗണിലാണെങ്കിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൻ്റെ കാര്യമാണെങ്കിൽ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പെരുമ്പാവൂരിലേക്ക് പോയി കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ വിദേശങ്ങളിലെ ടൂറിസ്റ്റുകളുടെ പ്രതീക്ഷയായ കുമരകത്തേക്കും മൂന്നാറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ റാക്കറ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നു. ആ റാക്കറ്റുകളുടെ കണ്ടിൽ കൊച്ചു കുട്ടികൾ ധാരാളമുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ആ രീതിയിലേക്കുള്ള ഒരു സമീപനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ഇതിനൊക്കെ തടയിടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പഠിക്കാനായി പോകുന്ന കുട്ടികളാണ്. അവർക്ക് പ്രായപൂർത്തിയാകുന്ന സമയം വരെ ഇവനൊരു +2 കഴിഞ്ഞ് പോകുന്ന സമയത്താണ് അവർക്ക് മൊബൈൽ ഫോണിൻ്റെ ആവശ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അവർക്ക് അത്യാവശ്യമായിട്ട് മൊബൈൽ ഫോൺ നോക്കുവാനായിട്ടോ അല്ലെങ്കിൽ അതിനൊക്കെ ആണെങ്കിലും ഒരു ടൈം വയ്ക്കുക. മാതാപിതാക്കൾ ആ സമയത്ത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുക. മാതാപിതാക്കളുടെ ഒപ്പം ഇരുന്ന് അത് നോക്കുവാനും സെർച്ച് ചെയ്യാനും അത് പഠന സംബന്ധമായ കാര്യങ്ങളാണോ നോക്കുവാനൊക്കെ അത് ഉപകരിക്കുക. അല്ലാതെ എന്തിനാണ് ഒരു 12-കാരനോ 13-കാരനോ 14-കാരിക്കോ
15-കാരിക്കോ അല്ലെ 15-കാരനോ എന്തിനാണ് ഒരു മൊബൈൽ ഫോണിൻ്റെ ആവശ്യം ഇപ്പോൾ എന്തിനാണ്? അതായത് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ കാര്യമായി പറയുന്നതെങ്കിൽ നമുക്ക് 1000 രൂപ കൊടുത്ത ചെറിയ ഫോൺ അവൈലബിൾ ആണ്. ആ ഫോൺ വാങ്ങിക്കൊടുക്കുക. ആ ഫോൺ വാങ്ങിയിട്ട് അതിൽ നിന്ന് അവർക്ക് വിളിക്കാവുന്നതാണ്. പേരൻസിന് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നതാണ്, പല സ്ഥലത്തേക്കും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് ഒരു വാട്സപ്പ് പോലും ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ അത് ആവശ്യമാണെങ്കിൽ പോലും അതിന് അത്തരത്തിലുള്ള ചെറിയ ഫോണുകളുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ അപാരമായ ലഭ്യത സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് കുട്ടികൾ വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടം വളരെ വിദൂരമല്ല. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. എല്ലാവരും തീർച്ചയായിട്ടും ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയുകയുണ്ടായി, ഒരു കുട്ടിയോട് 15-കാരനോ 16-കാരനോ 17-കാരിയോ ആയിക്കോട്ടെ, നിൻ്റെ മൊബൈലിൽ ഞാൻ നോക്കും, നാളെ നിനക്ക് മുതൽ മൊബൈൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി എത്രമാത്രം വയലൻ്റ് ആകുന്നു, എത്രമാത്രം ദേഷ്യപ്പെടുന്നു, മാതാപിതാക്കളുടെ എത്രമാത്രം അസഹിഷ്ണുതയും പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. മൊബൈൽ ലഭ്യമല്ല, അല്ലെങ്കിൽ അവർക്ക് ഗെയിം കളിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ കുട്ടികൾ വളരെ നിസ്സാരമായ കാര്യത്തിന് പോലും പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന കാര്യം ഇതാണുള്ളത്. അപ്പോൾ സ്വന്തം ജീവനേക്കാൾ കൂടുതലായിട്ട് അവർ വില കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ മൂല്യം കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ ഇൻ്റർനെറ്റ് യുഗത്തിനാണ്, ഈ മൊബൈൽ ഫോണുകൾക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കുമാണ്. അതുകൊണ്ട് ദയവായി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആവശ്യമാണ്. വരും തലമുറയെ നന്നായിട്ട് കൊണ്ടുപോകുവാനായിട്ട് ഒരു അപേക്ഷയായിട്ട് എല്ലാവരും കണക്കാക്കുക. കുട്ടികളുടെ മൊബൈൽ കൊടുക്കുമ്പോൾ പേരൻസിൻ്റെ ഗൈഡിങ് എപ്പോഴും ഉണ്ടാകുക. അവർക്ക് മൊബൈൽ ഒരു 17 വയസ്സ് വരെ മൊബൈലിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പേരൻസിൻ്റെ ഗൈഡിങ്ങോട് കൂടി മാത്രം മൊബൈൽ ഉപയോഗിക്കാനായിട്ട് അവർ നിങ്ങളുടെ പ്രസൻസിൽ ഉപയോഗിക്കുക. അതിന് ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പ്രോൺ സൈറ്റുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും മറ്റു പല കാര്യങ്ങളുമൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ കാണാം. അത് കൂട്ടായിട്ട് ഒരുമിച്ചിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുക. നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ശരിയായ ദിശയിലേക്കല്ല പോകുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ നേരായ വഴിക്ക് പോകുന്നത്? അപ്പോൾ ഒരു അച്ഛന് അല്ലെങ്കിൽ പപ്പായ്ക്കും അമ്മയ്ക്കും ഒക്കെ 2 3 ഫോൺ, ആപ്പിൾ ഫോണ്, സാധാ ഫോണ്, കോളിങ്ങിന് ഒരു ഫോണ്, വാട്സപ്പിന് ഒരു ഫോണ്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ ഒരു ഫോണൊക്കെ ആയിട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് പിന്നെ പിള്ളേർ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളല്ലേ പിള്ളേർ ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് അവരെ നമുക്ക് ആവശ്യമായതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു തടയിടുക. അല്ലെങ്കിൽ ഈ 12-കാരിനെ 14-കാരൻ കൊണ്ടുപോയിട്ട് തൻ്റെ കൂട്ടുകാരെ വിട്ടിട്ട് അവളുടെ വീഡിയോ എടുക്കുകയും നഗ്ന വീഡിയോ എടുക്കുകയും അത് സ്വന്തം സഹോദരനോട് പറഞ്ഞിട്ട് അവന് പലതും കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ട് അവനോട് പറയുകയാണ്, നീ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാം, അത് കൊടുത്താൽ നിനക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ധാരാളം പൈസ കിട്ടും, നിനക്ക് അങ്ങനെ ഇട്ട്, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നീ മറ്റൊരാളെ അങ്ങനെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടീനെ നീ ആ രീതിയിലേക്ക് ആക്കി കൊണ്ടുവന്നിട്ട് നീ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നമ്മൾ അറിയാതെ വളർന്നു വരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ചില ആൾക്കാർ നമ്മളെ വിമർശിച്ച് പറയും, കുറ്റപ്പെടുത്തി തെറി പറയും, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ശരിയാണ്, ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടടുത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് കുത്തിയിരുന്ന് വിലപിക്കേണ്ടി വരും. ഇതിനകത്തൊക്കെ ഏറ്റവും വലിയ കാര്യം ഫാമിലിയുടെ മൂല്യച്യുതിയാണ്. ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുട്ടികൾക്ക് മോറൽ വാല്യൂസ് ഇല്ല, കുട്ടികൾക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയില്ല, കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, വീട്ടുകാരുമായിട്ടുള്ള ഒരുമിച്ചിരുന്ന ഒത്തൊരുമയോടുള്ള കാര്യങ്ങൾ, അങ്ങനെ സംഗതി ഒരു ഫാമിലിയിലും ഇപ്പം ഇല്ല. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ മൊബൈലായിട്ട് എല്ലാവരും ഓരോ തുരുത്തുകൾ സൃഷ്ടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഈ മൊബൈലിൽ കുത്തി കളിക്കുന്നതല്ലാണ്ട് ഒരു കൂട്ടായ്മയുടെ മനോഭാവത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു നേരിൻ്റെ മനോഭാവത്തോടു കൂടി, നന്മയുടെ മനോഭാവത്തോടു കൂടി, ഏകതയുടെ മനോഭാവത്തോടു കൂടി പോകുവാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. ഈ സംഗതി മുളകിലെ നുള്ളിക്കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആവശ്യമാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണുക. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം യാത്രകൾ ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. പല സംഗതികളും മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് ഞെട്ടിപ്പോകുന്ന അനുഭവങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട്, അതേപടി എത്തിക്കുവാനായിട്ട് ധാരാളമായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിങ്ങനെ വീഡിയോയിൽ പകർത്തി കൊണ്ടുവന്നിട്ട് അതങ്ങനെ തന്നെ കാണിക്കുക എന്നുള്ളത്, അതിന് ധാരാളം മറ്റുള്ള തലങ്ങളുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ കാണിക്കാത്ത, അല്ലെങ്കിൽ അതിന് ജെന്യൂനിറ്റി കുറവായതുകൊണ്ടല്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും മാത്രമാണ് എൻ്റെ എളിയ ശ്രമം ഞാൻ തുടർന്നു പോരുന്നത്. ട്രാവൽ വിത്ത് സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായമായി, നേരിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നാളെ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ഏവരും സുഖമായി, സന്തോഷമായി, സംതൃപ്തമായി കഴിയുവാനായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.